TS ബാലന്റെ അനുഭവ സാക്ഷ്യത്തിന്റെ രണ്ടാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. ഒരു ഭ്രാന്തനെ പോലെ ഞാൻ ആ ദേശത്ത് നടന്നു. പലരും എന്നെ കാണുമ്പം പറയും, ദൈവമില്ലാത്തവൻ പോകുന്നു. വാസ്തവത്തിൽ ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജീവിച്ച ആ കാലത്ത് ഒരു ഭ്രാന്തൻ തന്നെ ആയിരുന്നു ഞാൻ എന്നെനിക്കിപ്പോൾ തോന്നുന്നു. അത്രമാത്രം പ്രത്യാശയില്ലാത്തവനായി, ജീവിതത്തിൽ ലക്ഷ്യമില്ലാത്തവനായി ഞാൻ ആ ദേശത്തുകൂടെ അലഞ്ഞു നടന്നു. ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പോലും എനിക്ക് ആ കാലങ്ങളിൽ തോന്നിപ്പോയി. പക്ഷെ ഇല്ലാത്ത ദൈവത്തെ വിശ്വസിച്ച് മണ്ടം കളിക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് കേട്ട് വിശ്വസിക്കാനും തയ്യാറല്ലായിരുന്നു. ദൈവമുണ്ട് എന്നത് വസ്തുതയാണെങ്കിൽ എന്റെ ഹൃദയത്തിന് ബോധ്യമാകുന്ന വിധത്തിൽ അതെനിക്ക് കാണണം, അതെനിക്ക് അറിയണം എന്ന് ഞാൻ ഉറപ്പിച്ചു. അതിനുവേണ്ടി ദൈവമുണ്ടെന്ന് പറയുന്ന ആളുകളുമായി ഞാൻ അതേപ്പറ്റി സംസാരിച്ചു. എന്തുകൊണ്ടാണ് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത് എന്ന് ഞാൻ അവരോട് ചോദിച്ചു. ഒരു തൃപ്തികരമായ മറുപടി തരുവാൻ അവരിൽ മിക്കവർക്കും കഴിഞ്ഞില്ല. സാധാരണ എല്ലാവരും പറയുന്നത് ദൈവമുണ്ട്, ഈ ലോകമൊക്കെ കണ്ടില്ലേ, അത് ദൈവം സൃഷ്ടിച്ചതാണ്. അപ്പോൾ ഞാൻ ചോദിക്കും, ഈ ലോകമെല്ലാം ഒരു വാക്കിനാൽ സൃഷ്ടിച്ച ദൈവം, ആ ദൈവം എങ്ങനെയുണ്ടായി? അതിന് മറുപടി തരുവാൻ പലർക്കും കഴിഞ്ഞില്ല. മാത്രമല്ല, ഈ ലോകത്തെക്കുറിച്ചും മറ്റ് ആത്മാവിനെ കുറിച്ചും മരണത്തെക്കുറിച്ചും ഒക്കെ ഞാൻ ചോദിക്കുമ്പോൾ അതിന് മറുപടി തരുവാനും അവർക്ക് കഴിഞ്ഞില്ല. ഓരോ മതക്കാരും അവരുടെ ദൈവത്തെക്കുറിച്ച് പറയുമെന്നല്ലാതെ സത്യസന്ധമായി ഒരു മറുപടി തരുവാൻ ഇവർക്കാർക്കും കഴിഞ്ഞില്ല. ആ കാലത്തെ ഞങ്ങളുടെ ചുറ്റുപാടില് ഭയങ്കര വിശ്വാസമുള്ളവരായ പെന്തക്കോസ്തുകാരുണ്ടായിരുന്നു. അവരുമായി ഞാൻ സംസാരിച്ചു. അവർക്കും തൃപ്തികരമായ മറുപടി തരുവാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, അവരുമായി സംസാരിക്കുമ്പോൾ ഒരു കുഴപ്പം കൂടെയുണ്ട്. ദൈവമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഉടൻ അവർ പറയും, ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. അങ്ങനെ അവർ എന്നെ മൂഢനുമാക്കി. അതോടുകൂടി എനിക്ക് അവരോടുള്ള വാശി വർദ്ധിക്കുവാനിടയായി. എങ്ങനെയെങ്കിലും ഇവർ പറയുന്ന ദൈവമില്ല എന്ന് ഇവർക്ക് തന്നെ ബോധ്യമാക്കി കൊടുക്കണം എന്നൊരു വാശി എനിക്കുണ്ടായി. അതുകൊണ്ട് പെന്തക്കോസ്തുകാരായ ആൾക്കാരെ തെരഞ്ഞുപിടിച്ച് ഞാൻ അവരുമായി വാഗ്വാദത്തിൽ ഏർപ്പെടുക പതിവായി. ഒരിക്കൽ ഒരു ഉപദേശിയുമായി ഞാനൊരു വാഗ്വാദത്തിൽ ഏർപ്പെട്ടപ്പോൾ അദ്ദേഹം എന്നെ സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കുക വരെയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഞാന് നിന്നെ സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഹുമനോസിനെ, അലക്സാണ്ടറെയും പൗലോസെ സാത്താനെ ഏൽപ്പിച്ചതായി ബൈബിളിലുണ്ട്. അതുപോലെ നിന്നെ ഞാൻ സാത്താനെ ഏൽപ്പിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ സാത്താനെ പ്രത്യേകിച്ച് ഏൽപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ഞാൻ സാത്താന്റെ കയ്യിൽ തന്നെ ആയിരുന്നു എന്നത് ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു. സാധാരണ ഒരു വ്യക്തിയിൽ നിന്നും ഇതുപോലുള്ള മറുപടി കിട്ടാതായതോടുകൂടി എനിക്ക് വീണ്ടും ആ വിശ്വാസത്തിൽ ഉറച്ചു. അതായത് ദൈവമില്ല, നിരീശ്വരവാദമാണ് സത്യം എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഉറയ്ക്കുവാനിടയായി. പക്ഷെ എന്റെ കയ്യിൽ നിന്നും പരാജയം ഏറ്റുവാങ്ങിയ സാധാരണക്കാരായ പെന്തക്കോസ്ത് വിശ്വാസികൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവമേ, എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ ഒന്ന് രക്ഷിക്കണം. കാരണം ദേശത്ത് ജീവിക്കാൻ വയ്യാതായിരിക്കുന്നു. ഈ ശല്യം എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാകണമെങ്കിൽ അദ്ദേഹം രക്ഷപ്പെടണം, അതല്ലാതെ വേറെ മാർഗമില്ല എന്നവർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവരുടെ പ്രാർത്ഥന കൊണ്ടാണോ ദൈവത്തിന്റെ കൃപയുടെ ആധിക്യം കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ കാലങ്ങളിൽ കർത്താവ് എന്നെ പിടിക്കുവാനിടയായി. അതിന്റെ ചുരുക്കം ഞാൻ നിങ്ങളോട് പറയാം. ഞങ്ങളുടെ ദേശത്ത് കത്തോലിക്ക കുടുംബത്തിൽ നിന്നും പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിൽ വന്നിട്ടുള്ളതായ തോമസ് സാറ് എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. സാമാന്യ വിദ്യാഭ്യാസമുള്ള ആളാണ്. ഞങ്ങളെല്ലാം അദ്ദേഹത്തെ ബഹുമാനിക്കാറുണ്ട്. ഞാൻ ഈ പറയുന്ന ആ കാലത്താണ് അദ്ദേഹം പെന്തക്കോസ്ത് വിശ്വാസത്തിൽ വന്നത്. അദ്ദേഹം വിശ്വാസത്തിലേക്ക് വന്നത് ഞങ്ങളുടെ ദേശത്ത് വലിയൊരു കോളിളക്കത്തിന് തന്നെ കാരണമായി. അങ്ങനെയൊക്കെ നിൽക്കുന്ന കാലത്ത് ഞാൻ ഒരു ദിവസം അദ്ദേഹത്തെ കണ്ടു. എന്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അദ്ദേഹത്തെ ദൈവമില്ല എന്നുള്ള വസ്തുത പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ നിന്നും ഈ അന്ധവിശ്വാസത്തിൽ നിന്നും രക്ഷിക്കുക, ഇതായിരുന്നു എന്റെ ലക്ഷ്യം. അതിനുവേണ്ടി അദ്ദേഹത്തെ ഞാൻ കാണുവാൻ തീരുമാനിച്ചു. ഒരു ദിവസം വൈകിട്ട് ഏകദേശം ഒരു 4 മണിയായപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ ചെന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് ബൈബിളിനെ കുറിച്ച് ചില സംശയങ്ങളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കുവാനാണ് വന്നത്. കാരണം ആ കാലത്ത് ഞാന് ഈ പെന്തക്കോസ്തുകാരോട് തർക്കിക്കുവാൻ വേണ്ടി മാത്രമായി ബൈബിൾ കുറെയൊക്കെ വായിക്കുമായിരുന്നു. അങ്ങനെ ബൈബിളിൽ നിന്നും പരസ്പര വിരുദ്ധമെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടെടുത്തു. ദൈവമുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരോട് എടുത്തു കാണിക്കുവാനായി ഈ വാക്യങ്ങളൊക്കെ കാണാപ്പാഠം പഠിച്ച് ഞാൻ വെച്ചിരുന്നു. അത് എവിടെയാണ് ഉള്ളതെന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു. തോമസ് സാറിന്റെ അടുത്ത് ചെന്നപ്പോഴും ഈ വാക്യങ്ങളൊക്കെ ഞാൻ എടുത്തു കാണിച്ചു. ഇതാ നോക്കൂ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെയല്ല ബൈബിളിൽ മറ്റൊരിടത്ത് പറഞ്ഞിരിക്കുന്നത്. ബൈബിൾ വിശ്വസിക്കാൻ കൊള്ളാത്ത പുസ്തകമാണ്, പരസ്പര വിരുദ്ധമാണ് എന്നൊക്കെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. ഞാൻ ഓർത്തു, ഇദ്ദേഹവും സാധാരണ പെന്തക്കോസ്തുകാർ ചെയ്യുന്നത് പോലെ എന്നെ മൂഢ എന്ന് വിളിക്കും എന്നൊക്കെ കരുതിയാണ് ഞാൻ ഈ വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചത്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല.
അദ്ദേഹം എന്നെ മൂട എന്നൊന്നും വിളിക്കാതെ എന്റെ ചോദ്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ടു. അതിനുശേഷം ശാന്തമായി മറുപടി പറഞ്ഞു. അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാത്ത കാര്യം അതെനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ പിന്നീട് അതേപ്പറ്റി പഠിച്ചിട്ട് മറുപടി പറയാമെന്ന് എന്നോട് പറയാനിടയായി. അറിഞ്ഞുകൂടാ എന്ന് പറയുന്ന ഒരു പെന്തക്കോസ്തുകാരനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്കത് വലിയ സന്തോഷമായി. അങ്ങനെയെങ്കിലും പറയുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞല്ലോ. മാത്രമല്ല പലതിനും മറുപടി തരുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞല്ലോ. ശാന്തമായി സംസാരിക്കുവാനും അദ്ദേഹത്തിന് മനസ്സുണ്ടായല്ലോ. അതിൽ എനിക്ക് സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പല വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ച് 3 മണിക്കൂറോളം കഴിഞ്ഞു. അങ്ങനെ 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതാ ഇപ്പോൾ സന്ധ്യ ആയിരിക്കുന്നു, ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന സമയമായി, ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാം, അതല്ലെങ്കിൽ പോയിട്ട് വേറൊരു ദിവസം വരുവാൻ പറഞ്ഞു. അപ്പോൾ വാസ്തവത്തിൽ എനിക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തോന്നുന്നില്ല. കാരണം അവിടെ അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ എന്റെ വാക്കുകളാൽ വർണ്ണിക്കാനാവാത്ത ഒരു സമാധാനം, എന്തോ ഒരു സന്തോഷം, ഒരു ശാന്തത ഞാൻ അനുഭവിക്കുകയായിരുന്നു. അതുവരെയും എനിക്ക് ആ രൂപത്തിൽ ഒരു സമാധാനം അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം രാവും പകലും മരണഭീതിയുള്ളവനായി ഞാൻ അങ്ങനെ അലയുകയായിരുന്നല്ലോ. എന്നാൽ അദ്ദേഹത്തിന്റെ അടുത്തിരുന്നപ്പോൾ മരണത്തെക്കുറിച്ചോ മറ്റതുപോലുള്ള കാര്യങ്ങളെ കുറിച്ചോ ചിന്തയുണ്ടായില്ല. എന്തോ ഒരു സമാധാനം. അതെന്താണെന്ന് പിൽക്കാലത്ത് ഞാൻ അറിഞ്ഞു. അതാണ് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം. അത് അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ്. സമാധാനമുള്ള അദ്ദേഹത്തിന്റെ അടുത്തിരുന്നപ്പോൾ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിലും ഉണ്ടാകും ഒരു സൗരഭ്യം എന്ന് പറഞ്ഞതുപോലെ ഞാനും അല്പം സൗരഭ്യം, അല്പം സമാധാനം അനുഭവിച്ചു എന്ന് മാത്രം. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഒന്ന് കാണണമെന്നുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ ഇരിക്കുകയാണ്. എന്നാൽ സത്യത്തിൽ അതല്ല കാരണം. എനിക്ക് അവിടെ ഇരുന്നപ്പോൾ സമാധാനമുണ്ട്. അതാണ് കാരണം. കുറച്ചു സമയം കൂടെ അവിടെ സമാധാനത്തോടെ ഇരിക്കണം. പക്ഷെ അത് പറയാനൊക്കത്തില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ 4 പേരോട് പറഞ്ഞെന്ന് വരും, കണ്ടോ നിരീശ്വരവാദിയായ ആള് എന്റെ അടുത്ത് വന്നപ്പോൾ സമാധാനം കിട്ടി, അത് ദൈവം കൊടുത്തതാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലോ എന്നുള്ള ഭയം കൊണ്ട് ഞാൻ ആ കാര്യം പറഞ്ഞില്ല. പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന കാണുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് അല്പസമയം ഞാൻ ഇവിടെ ഇരിക്കുകയാണ് എന്ന് മാത്രം പറഞ്ഞു. അദ്ദേഹം സമ്മതിച്ചു. ഞാൻ അവിടെ ഇരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും 3 കുഞ്ഞുങ്ങളും, 5, 7, 9 വയസ്സ് വീതം പ്രായമുള്ള 3 കുഞ്ഞുങ്ങൾ, അവരും അവിടെ വന്നിരുന്നു. അവരെ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഒരു പാട്ടുപാടി. പാട്ടിന്റെ അവസാനമായപ്പോഴേക്കും അവരെ ഒരുതരം തുള്ളല് പോലൊരു ഒരു അനുഭവം ഞാൻ കണ്ടു. എനിക്ക് അറിഞ്ഞുകൂടാ പെന്തക്കോസ്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അവർ തുള്ളുന്നത് പോലെ എനിക്ക് തോന്നി. മാത്രമല്ല അവർ എന്തൊക്കെയോ സംസാരിക്കുന്നു, എനിക്ക് മനസ്സിലാകുന്നില്ല അവർ എന്താണ് പറയുന്നതെന്ന്. അന്യഭാഷയാണ് പറയുന്നതെന്നുള്ളത് ഇപ്പോൾ എനിക്കറിയാം. അന്ന് അവർ അന്യഭാഷ സംസാരിച്ചപ്പോൾ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഈ തുള്ളൽ എന്ന് പറയുന്ന അനുഭവം അതാദ്യമായിട്ടല്ല ഞാൻ കാണുന്നത്. കാരണം ഹൈന്ദവനായിരുന്ന എനിക്ക് തുള്ളൽ അത്ര അപരിചിതമായ ഒന്നല്ല. പല വിധത്തിലുള്ള തുള്ളൽ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്പലത്തിൽ കാവടിയെടുക്കുമ്പോൾ തുള്ളാറുണ്ട്. അതുപോലെ ആഴിപൂജ നടത്തുമ്പോൾ അതിൽ പങ്കെടുക്കുന്നവർ തുള്ളിക്കൊണ്ട് തീക്കകത്ത് ചാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തുമ്പി തുള്ളലും അതുപോലെ പല വിധത്തിലുള്ള തുള്ളലുകൾ, അറുകൊല തുള്ളലും ഒക്കെ ഞങ്ങളുടെ നാട്ടിലുള്ളതാണ്. പല വിധത്തിലുള്ള തുള്ളൽ കണ്ട് പരിചയിച്ച് എനിക്ക് തുള്ളലിൽ അത്ര പുതുമയൊന്നും തോന്നിയില്ല. ബാലകൃഷ്ണൻ നായർ എന്ന TS ബാലന്റെ അനുഭവ സാക്ഷ്യത്തിന്റെ 2ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു.